ഹായ് ഹലോ, ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിലെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളാണ് നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം നന്ദയും ഗൗതമും പരസ്പരം കണ്ടുമുട്ടി. പക്ഷേ എല്ലാവരും വിചാരിച്ചു നന്ദയും ഗൗതമും പരസ്പരം ഒന്നിക്കും, അല്ലെങ്കിൽ അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കും, അവരെ ഒന്നിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി അവരെ പരസ്പരം പിരിയുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും രണ്ടുപേരുടെയും ഇപ്പോൾ നന്ദയ്ക്കെന്ന് പറയുമ്പോൾ ഗൗതം പിങ്കിയുടെ കൂടെ ജീവിക്കുന്ന കാര്യം നന്ദ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അവരെ പിരിഞ്ഞതിന് ശേഷം ഗൗതമിനെ പറ്റി അന്വേഷിച്ച സമയത്താണ് പിങ്കിയെ വിവാഹം കഴിച്ച കാര്യം നന്ദ തിരിച്ചറിയുന്നത്. അന്നു മുതൽ ഗൗതമിനെ അത്രത്തോളം നന്ദ വെറുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ നന്ദു ഗൗതമിന്റെ മകനാണെന്ന് കൂടി തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഗൗതം തന്നെ മറന്ന് മറ്റൊരു കുടുംബം കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് തുടങ്ങിയെന്ന് നന്ദ തിരിച്ചറിഞ്ഞു. മാത്രമല്ല നന്ദയുടെ കൂടെ ഉണ്ടായിരുന്ന ഗൗരിയും എങ്ങനെ ഒന്നിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗൗരിയും നന്ദയും ഒരു ഗൗരിയുടെ യഥാർത്ഥ അമ്മയാണോ നന്ദ എന്നൊക്കെയുള്ള ഒരു ചെറിയ ചോദ്യങ്ങൾ ഗൗതമിന്റെ മനസ്സിലുണ്ട്. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? പിങ്കി വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൗതമിനെ സ്വന്തമാക്കുന്നതടക്കം പിങ്കി നേടിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പരസ്പരം രണ്ടുപേരും അകന്നിരിക്കുകയാണ്. നന്ദയും ഗൗതമും ഒരുമിച്ച് കണ്ടുമുട്ടി. എന്നാൽ ഒരിക്കലും ഗൗതമിനെ അംഗീകരിക്കാനായിട്ട് നന്ദയെ അംഗീകരിക്കാനായിട്ട് ഗൗതമോ തയ്യാറായിരുന്നില്ല. പരസ്പരം അവർ പിരിഞ്ഞു. എന്നാൽ നന്ദയ്ക്ക് അവിടെ ഏറ്റവും വലിയൊരു ശത്രുവുണ്ട്. ശത്രു എന്ന് പറയുമ്പോൾ അവിടുത്തെ കൗൺസിലറാണ്, അവിടുത്തെ ചെയർപേഴ്സണായ മഞ്ജുളയാണ് നന്ദയുടെ ഏറ്റവും വലിയ ശത്രു. നന്ദയെ എങ്ങനെയെങ്കിലും കൊല്ലണം, നന്ദയെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്ന് ആലോചിച്ച് തന്റെ മകനെ ജയിലിലാക്കിയ നന്ദയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച് അവളെ വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നടന്നത്. പക്ഷേ അവിടെ മറിച്ചാണ് സംഭവിച്ചത്. നന്ദ ജയിലിലാക്കിയ ആ പയ്യൻ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷം നന്ദയും കുഞ്ഞിനെയും കൊല്ലാനായിട്ട് മഞ്ജുള കുറച്ച് പദ്ധതികൾ ഒരുക്കി. പക്ഷെ ആ പദ്ധതിയിൽ ബലിയാടായത് ഗൗതമാണ്. ഗൗതം കുറച്ച് ഗുണ്ടകളെ ആക്രമിക്കാനായിട്ട് കുറച്ച് ഗുണ്ടകളെ കണ്ടെത്തി. അങ്ങനെ അവരുമായിട്ട് ചെറിയ സംഘർഷവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സംഘർഷത്തില് ഗൗതമിന് പരിക്കേറ്റു. കുത്തേറ്റ് ഗൗതം ആശുപത്രിയിലായി. അങ്ങനെ പരിക്ക് പറ്റി ഗൗതം ആ ഒരു ഗുണ്ട ഗൗതമിനെ കത്തിവെച്ച് കുത്തി. ഒരുപാട് രക്തം പോയി. അങ്ങനെ ഗൗതം അത്രത്തോളം വേദനയിൽ ആ നടു റോഡില് രക്തം വാർന്ന് കിടക്കുവാണ്. ഈ സമയത്തായിരുന്നു നന്ദ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഗൗതമിനെ ആ ഗുണ്ടകളെ കുത്തി പരിക്കേൽപ്പിക്കുന്ന സമയത്തായിരുന്നു നന്ദയുടെ വരവ്. അങ്ങനെ നന്ദ ഗൗതമിനെ രക്ഷിക്കാനായിട്ട് തയ്യാറായി. ഗൗതമിനെ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലോട്ട് നന്ദ പോയി. എന്നിട്ട് ഗൗതമിനെ ശുശ്രൂഷിച്ച് ഗൗതമിന്റെ പരിക്ക് മാറ്റാനായിട്ടും ഗൗതമിനെ രക്ഷിക്കാനായിട്ടും നന്ദ ശ്രമിച്ചു. അങ്ങനെയാണ് വീണ്ടും പിങ്കിയും നന്ദൂട്ടനും അവിടെ വരുന്നത്. അങ്ങനെ നന്ദ ഗൗതമിനെ പരിപാലിച്ചുവെങ്കിൽ പോലും നന്ദ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം പിങ്കി മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ ഗൗതം രക്തം വാർന്ന് കിടക്കുന്ന സമയത്ത് നന്ദ ഗൗതമിനെ ശുശ്രൂഷിച്ച് ആ മുറിവിലെല്ലാം മരുന്ന് വെച്ച് കെട്ടിവെച്ചു. അങ്ങനെ പിങ്കി ഗൗതമിനെ കാണാനായിട്ട് വന്നു. റൂമിൽ വെച്ച് നന്ദ വരുന്ന സമയത്ത് പിങ്കി ഗൗതമിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന രംഗമാണ് നന്ദ കണ്ടത്. മാത്രമല്ല നന്ദുവും അരികിലുണ്ടായിരുന്നു. അപ്പൊ നന്ദുവിനെയും ചേർത്ത് പിടിച്ച് ഗൗതമിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന പിങ്കിയെ കണ്ടപ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. താൻ എപ്പോഴും ഗൗതം സാറിന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഗൗതം സാർ എന്റേത് മാത്രമായിരിക്കും, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല, ഗൗതം സാർ എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പിങ്കിക്ക് ഒരു കാരണവശാലും ഗൗതമിനെ വിട്ടുകൊടുക്കാത്ത നന്ദയുടെ മുന്നിലാണ് പിങ്കിയും നന്ദുവും ഗൗതമിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് നന്ദ കണ്ടത്. അത് നന്ദയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ശേഷം ഈ സമയത്ത് നിർമ്മല നന്ദയെ കാണാനായിട്ട് വന്ന സമയത്ത് നന്ദ അവിടെ തളർന്നിരിക്കുന്നത് നിർമ്മൽ കണ്ടു. കാര്യം അന്വേഷിച്ച സമയത്താണ് നിർമ്മലിനോട് നന്ദ ആ കാര്യം പറയുന്നത്. ഞാൻ തോറ്റുപോയി എന്നല്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിങ്കി ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിഞ്ഞു. പിങ്കിയുടെ ആഗ്രഹമായിരുന്നു ഗൗതമിനൊപ്പം ഒരു ജീവിതം, ഗൗതമിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് പിങ്കിയുടെ ആഗ്രഹമായിരുന്നു. അത് പിങ്കി സാധിച്ചു. ഇപ്പോൾ ഗൗതം സാറും
പിങ്കിയും നന്ദവും കൂടി ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കുകയാണ്. ഞാൻ തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് നന്ദ പൊട്ടിക്കരയുവാണ്. എന്നാൽ ആ സമയത്ത് നന്ദയെ ആശ്വസിപ്പിക്കാനായിട്ട് നിർമ്മല ശ്രമിച്ചു. നന്ദ പെട്ടെന്ന് തളർന്നിരുന്ന് എണീറ്റുന്ന സമയത്ത് നന്ദ വീഴാനായിട്ട് പോകുമ്പോൾ നിർമ്മല നന്ദയെ താങ്ങി പിടിച്ചു. അങ്ങനെ നിർമ്മല ചേർത്ത് നിർത്തി. പക്ഷേ നന്ദയ്ക്ക് എപ്പോഴും നിർമ്മല ഒരു സഹോദരനായിരുന്നു. അർജുന്റെ സ്ഥാനത്താണ് നിർമ്മല എപ്പോഴും നന്ദ കണ്ടത്. മാത്രമല്ല നന്ദയെയും ഒരു ഏട്ടത്തിയുടെ സ്ഥാനത്ത് തന്നെയാണ് നിർമ്മല കണ്ടത്. പക്ഷേ ഈ സമയത്തായിരുന്നു നന്ദ തന്നെ രക്ഷിച്ചു എന്നറിഞ്ഞിട്ട് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ നന്ദയെ കാണാനായിട്ട് ഗൗതം വരുന്ന സമയത്ത് ഗൗതം കണ്ട കാഴ്ച, നന്ദയെ ചേർത്ത് പിടിച്ച് നിർമ്മല നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഗൗതം കണ്ടത്. അത് ഗൗതമിന് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റിയില്ല. ഗൗതം അത് തെറ്റിദ്ധരിക്കുകയാണോ, നന്ദയും നിർമ്മലും ഒരുമിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മലും നന്ദയുമാണ് ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഗൗതമിന്റെ മനസ്സിലുണ്ടായി. ആ ഒരു തെറ്റിദ്ധാരണയിലാണ് പിങ്കി ഗൗതമിന്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറിയത്. അതിനുശേഷം ഗൗതമിന്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറാനായിട്ട് പിങ്കി ശ്രമിച്ചു. പക്ഷെ പിങ്കിക്ക് അത് നിഷ്പ്രയാസം സാധിച്ചു. ഗൗതം പിങ്കിയെ സ്നേഹിച്ചു തുടങ്ങി. പിങ്കിയും ഗൗതമും ഒരു സന്തോഷ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. മാത്രമല്ല ഇന്ദീവരത്തിൽ അതിന് മുന്നോടിയായിട്ട് ഒരു ആഘോഷം നടക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. എന്നാൽ അവിടെ വെച്ച് നന്ദയും ഗൗതമും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. നന്ദ അവിടേക്ക് വരുന്നുണ്ട്. ആ ഒരു വരവ് പിങ്കിയുടെ ജീവിതത്തെ തന്നെ തകർത്തു. പിന്നാലെ പുറത്തു വന്നത് സംഭവിച്ചത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. മാത്രമല്ല പിങ്കിയുടെ ചില ചതികളാണ് അതിനുശേഷം ഗൗതം തിരിച്ചറിഞ്ഞത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.